നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ബ്രിട്ടന്റെയും യൂറോപ്പിന്റെയും വ്യോമയാന മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞതോടെ യൂറോപ്പിന് ആവശ്യമായ വിമാന ഇന്ധനത്തിന്റെ 40% തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന വേനൽക്കാല അവധിക്കാല യാത്രകളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വിനോദസഞ്ചാരികൾ. ഇന്ധനവില കുതിച്ചുയരുന്നതും വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും സാധാരണക്കാരുടെ യാത്രാ പ്ലാനുകളെ തകിടം മറിക്കുന്നുണ്ട്. ബ്രിട്ടനിലേക്കുള്ള അവസാനഘട്ട ഇന്ധന കപ്പൽ ഉടൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ല. വിമാനത്താവളങ്ങളിൽ ഇന്ധനം തീരുന്ന അവസ്ഥ ഇതിനോടകം തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എണ്ണ വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന് മുൻ എയർലൈൻ ക്യാപ്റ്റൻ എമ്മ ഹെൻഡേഴ്സൺ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദീർഘദൂര വിമാനങ്ങളായിരിക്കും ഈ പ്രതിസന്ധിയിൽ ആദ്യം തകരുക. അസമയം വിനോദസഞ്ചാരികൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് ബ്രിട്ടീഷ് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ, അമേരിക്ക, നെതർലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നും ബ്രിട്ടൻ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിനെ മാത്രം ബ്രിട്ടൻ ആശ്രയിക്കുന്നില്ല എന്നതാണ് ഏക ആശ്വാസമെങ്കിലും യുദ്ധം നീണ്ടുപോയാൽ വിമാന കമ്പനികൾക്ക് സർവീസുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. ഇത് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാനും കാരണമായേക്കാം. റയാൻ എയർ സിഇഒ മൈക്കൽ ഒലിയറി നൽകുന്ന സൂചനകൾ പ്രകാരം മെയ് മാസം മുതൽ ഇന്ധന വിതരണത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇന്ധനവില ബാരലിന് $150 വരെ ഉയർന്നത് വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. നിങ്ങൾക്കാവശ്യമായ എണ്ണ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളൂ എന്ന ട്രംപിന്റെ നിലപാട് ബ്രിട്ടനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇന്ധനക്ഷാമം കാരണം ലഗേജ് ഫീസും മറ്റും വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബജറ്റ് വിമാന കമ്പനിയായ ജെറ്റ് ബ്ലൂ ചെക്ക് ഇൻ ബാഗേജ് ഫീസിൽ വലിയ വർധനവ് വരുത്തിക്കഴിഞ്ഞു. പ്രവർത്തന ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് വഴികളില്ലെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഈസിജെറ്റ്, കഥേ പസഫിക്, എയറേഷ്യ തുടങ്ങിയ മുൻനിര കമ്പനികളും വരുമാസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് വിമാനയാത്ര പ്ലാൻ ചെയ്തവർ കരമാർഗമോ കടൽ മാർഗമോ ഉള്ള ഇതര യാത്രാ സൗകര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കും എന്നും അഭിപ്രായമുണ്ട്. യുദ്ധം ഏപ്രിൽ അവസാനത്തോടെ അവസാനിച്ചില്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഗോളതലത്തിൽ യാത്രാ ദുരിതം പാരമ്യത്തിലെത്തും. 10 മുതൽ 25% വരെ ഇന്ധന വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ദശലക്ഷക്കണക്കിന് യാത്രക്കാരെ നേരിട്ട് ബാധിക്കും. ബ്രിട്ടീഷ് സർക്കാർ വിമാന കമ്പനികളുമായി ചേർന്ന് ഇന്ധന ലഭ്യത ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരത വലിയ വെല്ലുവിളിയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നാൽ മാത്രമേ വ്യോമയാന മേഖലയ്ക്ക് പഴയ സ്ഥിതിയിലേക്ക് മടങ്ങാൻ സാധിക്കൂ. നിലവിൽ ഇറാൻ ഈ മേഖലയിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നതും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വിമാന കമ്പനികൾക്ക് ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഉടൻ തന്നെ യാത്രക്കാരിലേക്ക് എത്താതിരിക്കാൻ ഫ്യൂവൽ ഹെഡ്ജിംഗ് എന്ന സാങ്കേതിക വിദ്യ സഹായിക്കുന്നുണ്ട്. എന്നാൽ വിതരണം തന്നെ തടസ്സപ്പെട്ടാൽ ഈ സാങ്കേതിക വിദ്യയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ധനം രാജ്യത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹെഡ്ജിംഗ് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും എയർലൈൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇറാൻ ഹോർമൂസ് കടലിടുക്കിനെ ബന്ധിയാക്കി വെച്ചുകൊണ്ടുള്ള വിലപേശൽ തുടരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് പോകുമെന്നുള്ളതാണ് സൂചന. ഇപ്പോൾ തന്നെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്ന സാഹചര്യമുണ്ട്. ഹോർമൂസ് കടൽ തുറന്നു കൊടുക്കാനും ഇറാൻ സന്നദ്ധമാകുന്നില്ല. സമവായ ചർച്ചകളിൽ അമേരിക്ക പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നതായിരുന്നു. എന്നാൽ അതിനുപോലും ഇറാൻ സമ്മതിക്കാത്ത ഘട്ടത്തിൽ വരുന്ന മാസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ലോകം ഇതിനെ നേരിടാൻ പോകുന്നു എന്ന കാര്യത്തിലുള്ള ആശങ്ക ശക്തമാകുന്നുണ്ട്.